ബാനു. ഏട്ടാ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പഠിത്തത്തെ ബാധിക്കില്ലെന്ന് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കത് പറയേണ്ടി വന്നില്ല. പിന്നെ എന്ന് കരുതി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനും പാടില്ല. ഇടയ്ക്കൊക്കെ കുറച്ച് റിലാക്സ് ഒക്കെ വേണം. ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കണമെന്ന് തോന്നി. പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഏട്ടനോട് നീ പറ. ജയേഷിനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് തുടക്കം മുതൽ നീ പറ. സാധാരണ ഒരേ ബാച്ചിലുള്ളവർ തമ്മിലാണ് സൗഹൃദത്തിലാവാൻ ചാൻസ് കൂടുതൽ. അല്ലാതെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവണം. നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. അവിചാരിതമായിട്ട് കോളേജ് ക്യാമ്പസിൽ വെച്ച് ജയേഷിനെ പരിചയപ്പെടുകയായിരുന്നു. എന്തു പറഞ്ഞ പരിചയപ്പെട്ടത്? എന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെയാ വീടെന്നൊക്കെ ചോദിച്ചിട്ടാ പരിചയപ്പെട്ടത്. ഞാനും സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു. പിന്നെ എന്നാ നിങ്ങൾ തമ്മിൽ കണ്ടത്? പിന്നെ 4-5 ദിവസം ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും കൂട്ടുകാരികൾക്കൊപ്പം ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാ ഞാൻ അവനെ അവിടെ വെച്ച് കാണുന്നത്. എന്നെ കണ്ടുവന്ന് സംസാരിക്കുകയായിരുന്നു. പിന്നെ പല ദിവസങ്ങളിലും തമ്മിൽ കാണാറുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നീ അവനോട് അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട് ഏട്ടാ. ക്യാമ്പിന്റെ കാര്യം വന്നപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ല, എന്തായിരുന്നു അതിനുള്ള കാരണം? ജയേഷ് പറഞ്ഞിട്ടാ ഞങ്ങളുടെ ബാച്ചിൽ നിന്നും 3 പേരെ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്ക്സ് പറയാൻ വേണ്ടി പോയതായിരുന്നു. അല്ലാതെ ഞാൻ അവനോട് സംസാരിക്കാനായിട്ടൊന്നും പോയിട്ടില്ല. നിന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അവൻ പറഞ്ഞത് എപ്പോഴായിരുന്നു? അതും ഒരു ദിവസം ക്യാൻറ്റീനിൽ വെച്ചായിരുന്നു. എൻ്റെ പഠിത്തം കഴിയാതെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും എൻ്റെ വീട്ടുകാരറിയാത്ത ഒന്നിനും എനിക്ക് താല്പര്യമില്ലെന്നും ഞാൻ പറഞ്ഞു. നിനക്ക് അവനെ ഇഷ്ടമായിരുന്നല്ലേ? പറഞ്ഞോ? ദേ, ഇപ്പൊ ഞാൻ നിന്റെ ഏട്ടൻ മാത്രമല്ല, ഒരു സബ് ഇൻസ്പെക്ടർ കൂടിയാ. ഇഷ്ടമായിരുന്നു ഏട്ടാ. അത്രയ്ക്ക് മര്യാദയോടെയാ അവൻ എന്നോട് പെരുമാറിയിരുന്നത്. പക്ഷെ അവസാനം അവന്റെ സ്വഭാവം മാറി. അവനൊരു ലോക ഫ്രോഡാണ് മോളെ. അതുകൊണ്ട് അവൻ നിന്നെ കൃത്യമായി ലോക്ക് ചെയ്തത്. നീ അവന്റെ മുറപ്പെണ്ണാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ പരിചയപ്പെട്ടതും കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചതും. പക്ഷെ അവന്റെ ലക്ഷ്യം നീ അല്ലായിരുന്നു. നിന്നിലൂടെ നമ്മുടെ അമ്മയുടെ പേരുള്ള ആ പ്രോപ്പർട്ടി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ഇതുവരെ അവനും അവന്റെ അച്ഛനും ചേർന്ന് വരച്ച മാസ്റ്റർ പ്ലാൻ കറക്റ്റായിരുന്നു. പക്ഷേ ഇനി ഞാൻ വരയ്ക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരിക്കും അച്ഛനും മോനും സഞ്ചരിക്കാൻ പോകുന്നത്. ഏട്ടൻ ഇറങ്ങാൻ പോവാ. അവൻ നിന്നോട് കാണിച്ച വഞ്ചനയ്ക്കും അവന്റെ അച്ഛൻ നമ്മുടെ അമ്മയോട് കാണിച്ച നെറുകേടിനുമൊക്കെ മറുപടി പറയിപ്പിക്കാൻ പോയ ഏട്ടൻ. പറ, ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിൽ നിനക്ക് എന്തെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? ഒരിക്കലും ഇല്ല ഏട്ടാ. ഇനി ഒരു പെണ്ണിനോടും അവൻ ഇങ്ങനെ പെരുമാറരുത്. ഓക്കെ മോളെ. പിന്നെ എന്തുണ്ടെങ്കിലും ഏത് സമയത്തും നീ ഈ ഏട്ടനോട് പറയണം. പറയേട്ടാ. എനിക്കറിയാം ഇത് നീ തികച്ചും നിരപരാധിയാണെന്ന്. അവന്റെ ചതുരംഗ കളിയിൽ നിന്നും ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടത്. ഇനി അവന് ആരോടും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. പിന്നെ ഇതിന്റെ പേരിൽ ഇവിടെ നിന്നോട് ആർക്കും ഒരു രീതിയിലുള്ള വെറുപ്പോ സ്നേഹക്കുറവോ ഉണ്ടാവത്തില്ല. അത് നീയും മനസ്സിലാക്കണം, കേട്ടല്ലോ? ശരിയേട്ടാ. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. എന്തു വന്നാലും ഈ ഏട്ടനും ഭാവനേച്ചിയും നിനക്കൊപ്പം ഉണ്ടാവും. സത്യം മനസ്സിലാക്കാതെ സഹോദരങ്ങൾ കൈവിട്ടു പോകുമ്പോഴാണ് പലർക്കും ബുദ്ധിമോശം സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അന്നും ഇന്നും നീ ഞങ്ങളുടെ അനിയത്തിക്കുട്ടി തന്നെയാണ്.
ഏ ഹേ ഇക്കാര്യം ഓർത്ത് ഇനി നീ വിഷമിക്കണ്ട. ദേ പഠിക്ക്, മിടുക്കിയായി പഠിച്ച് നമ്മുടെ ചേച്ചിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം, കേട്ടല്ലോ? ഏ ശരി ഏട്ടാ. എന്നെ കണ്ടില്ലേ, കുറച്ചൊക്കെ ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും അവസാനം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിയില്ലേ. സമയദോഷം വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും മോളെ. അതൊക്കെ ബുദ്ധിപൂർവ്വം നമ്മൾ തരണം ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ പഠിക്കും ഏട്ടാ. എൻ്റെ ചേച്ചിയുടെ സ്വപ്നം പോലെ, എൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു ഡോക്ടർ ആവുകയും ചെയ്യും. മിടുക്കി. ഭരത്തേട്ടൻ ഭാനുവിനോട് എന്താ സംസാരിച്ചേ? ഞാൻ ഇതുവരെ ആ ജയേഷിനെ കുറിച്ചൊന്നും ബാലനോട് സംസാരിച്ചിട്ടുണ്ടായില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അവനുമായിട്ടുള്ള മാരേജ് നടക്കത്തില്ല. അപ്പൊ പിന്നെ അവൻ ബാലുവിനെ ശല്യം ചെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അങ്ങനെ അങ്ങ് കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഭരത്തേട്ടാ, ആ വസ്തു കൊടുക്കുന്നതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിലും തീരട്ടെ ഭരത്തേട്ടാ. വസ്തു കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അവനെ പറ്റി അറിഞ്ഞിടത്തോളം അവൻ വെറും ഫ്രോഡാ. ഈശ്വര. അതെ അരുന്ധതി, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാ ബാനു അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവൻ ബാനുവിനെ മനഃപൂർവ്വം കണ്ടെത്തുകയായിരുന്നു. എന്നാലേ അവനെ വെറുതെ വിടരുത് ഭരത്തേട്ടാ. വരട്ടെ അരുന്ധതി, ഇനി എന്താണ് അവരുടെ നീക്കം അറിയണം. അതിനു മുൻപ് മുത്തശ്ശ അമ്മയുടെ പേർക്ക് വാങ്ങിയ വസ്തു എവിടെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അല്പം ബുദ്ധിമുട്ടിയാലും ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ആന്റിക്ക് ചിലപ്പോ അറിയാമെങ്കിലോ? ഹേ, അമ്മയ്ക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലോ? അമ്മയോട് ചോദിക്കാം. ഭാനു എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മാനസികമായിട്ട് അവൾക്ക് വിഷമമുണ്ടായിരുന്നത്. ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അയാൾ ചതിയനാണെന്ന് അറിയുമ്പോൾ ആരായാലും തകർന്നു പോകും. പിന്നെ നീ ഇതേപ്പറ്റി ഒന്നും ബാലുവിനോട് ഒരു കാര്യം ചോദിക്കാൻ നിൽക്കണ്ട. അല്ലാതെ അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം കേട്ടാൽ മതി. ഭാവനേച്ചി അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരായവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഞാൻ എന്തായാലും അമ്മയൊന്ന് കണ്ടിട്ട് വരാം. ആ വസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും തുമ്പി കിട്ടിയാലോ.